ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി ലഭിച്ച 2 പ്രതികൾ വിചാരണ കോടതിയിൽ കീഴടങ്ങി. കൊലപാതകത്തിലും ഗൂഢാലോചനയിലും പങ്കുണ്ടെന്ന് ഹൈക്കോടതി കണ്ടെത്തിയ CPM ഒഞ്ചിയം മുൻ ഏരിയ കമ്മിറ്റി അംഗം കെ കൃഷ്ണൻ, കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ജ്യോതി ബാബു എന്നിവരാണ് മാറാട് പ്രത്യേക കോടതിയിൽ കീഴടങ്ങിയത്. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. ഇതിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ജ്യോതി ബാബുവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2:45ഓടെയാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ CPIM വടകര കുന്നുമ്മക്കര ലോക്കൽ കമ്മിറ്റി അംഗം കെ കൃഷ്ണൻ, പാനൂർ കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗം ജ്യോതി ബാബു എന്നിവർ മാറാട് പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതിയിൽ കീഴടങ്ങിയത്. അഭിഭാഷകരായ വിശ്വൻ, രാംദാസ്, CPIM ഒഞ്ചിയം ഏരിയ സെക്രട്ടറി TP ബിനീഷ് എന്നിവർക്കൊപ്പമാണ് പ്രതികൾ കോടതിയിലെത്തിയത്. ഇരുവരെയും നേരത്തെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു. എന്നാൽ ഇരുവർക്കും കൊലപാതകത്തിലും ഗൂഢാലോചനയിലും പങ്കുണ്ടെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി വിചാരണ കോടതിയുടെ നടപടി കഴിഞ്ഞ ദിവസം റദ്ദാക്കുകയും ചെയ്തു. തുടർന്നാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 പ്രതികളും മാറാട് സെഷൻസ് കോടതിയിൽ ഹാജരായത്. ഡയാലിസിസിന് വിധേയനായി തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന ജ്യോതി ബാബു അവിടെ നിന്നും ഡിസ്ചാർജായി ആംബുലൻസിലാണ് കോടതിയിലെത്തിയത്. ജ്യോതി ബാബുവിൻ്റെയും നേരത്തെ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്ന കൃഷ്ണന്റെയും അനാരോഗ്യം പ്രതിഭാഗം അഭിഭാഷകർ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് പ്രതികൾക്ക് ജയിലിനകത്ത് തന്നെ ചികിത്സ ലഭ്യമാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചതായി പ്രതിഭാഗം അഭിഭാഷകനായ വിശ്വൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കെ കൃഷ്ണനും ജ്യോതി ബാബു അവർ ഹാജരായി ആ നടപടിക്രമം പാലിച്ചിട്ടുണ്ട്. കോടതിയുടെ നിർദ്ദേശം പാലിച്ചു കഴിഞ്ഞു. അവരുടെ രോഗാവസ്ഥയെ കാണിച്ചുകൊണ്ടുള്ള രേഖകളൊക്കെ കോടതി സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പരിശോധിച്ച് കോടതി മതിയായ ചികിത്സ നൽകാനും ഉറപ്പുവരുത്തിയിട്ടുണ്ട്, ഉത്തരവായിട്ടുണ്ട്. മാത്രമല്ല 26-ാം തീയതി ഇവരെ കേരള ഹൈക്കോടതി മുമ്പ് ഹാജരാക്കാനുള്ള നിർദ്ദേശവും നടത്തിയിട്ടുണ്ട്. പ്രതികൾക്കുള്ള ശിക്ഷാവിധിയിൽ ഈ മാസം 26-ന് ഹൈക്കോടതിയിൽ വാദം നടക്കുന്നുണ്ട്. പ്രതികളായ കെ കൃഷ്ണനെയും ജ്യോതി ബാബുവിനെയും അന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കും. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.